ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അതും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് വേണ്ടത് കുറച്ച് റവയാണ്. ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്, 250 ml കപ്പിന്. അതും വറുത്തത് വറുക്കാത്തത് ഏത് റവ ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റവ എടുത്ത അതേ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതും ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സാധാരണ പച്ചവെള്ളമാണ്. ഇനി ഇത് സ്പൂൺ വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായതിൻ്റെ ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പച്ച തേങ്ങ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കാത്ത തേങ്ങ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിലും കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് നമ്മൾ ആ ചിരവി എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ ചൂടായി വരണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മെൽറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ശർക്കര കുറച്ചൊന്ന് വറ്റി കിട്ടണം. ഏകദേശം 2 മിനിറ്റോളം തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കരയും തേങ്ങയൊക്കെ നല്ലപോലെ മിക്സായി കുറച്ചൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള റവ ഇട്ട് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഒരു 2 മിനിറ്റോളം തന്നെ ഇളക്കി കൊടുക്കുക. റവ കുതിർന്നത് കാരണം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ റവയിലുള്ള വെള്ളമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട്, അതൊക്കെ ഒന്ന് വറ്റി കിട്ടി പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ. ഈ ഒരു ടൈം ആയപ്പോഴത്തേനും നമ്മുടെ റവയൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ റവയുടെ മിക്സൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി അതിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക മെല്ലെ ഒന്ന്. ഇനി നമ്മൾ നേരത്തെ തേങ്ങയും ശർക്കരയൊക്കെ മിക്സാക്കിയപ്പോൾ അതിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ. കുറച്ച് മാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഫില്ലായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കയ്യിൽ വെച്ചിട്ട് ഇത് നമ്മൾ ഉരുട്ടിയെടുക്കുന്ന ടൈമിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. നമ്മളിതിൽ നെയ്യ് ചേർത്തത് കാരണം വളരെ എളുപ്പത്തിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ അട ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോ ബോൾസ് എടുത്തിട്ട് വാഴയിലയിൽ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഓയിലൊന്നുമല്ല കുക്ക് ചെയ്തെടുക്കുന്നത്, ആവിയിലാണ്. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നല്ലപോലെ ചൂടായിട്ട് അതിൻ്റെ മുകളിൽ വാഴയില വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊരു വാഴയില വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക.
ഇത് നമ്മളൊരു 5 മിനിറ്റ് നേരം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. റവയൊക്കെ ഒന്ന് കുക്കായി കിട്ടിയതാണ് ആദ്യം തന്നെ. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അത് നല്ല പോലെ ആവി കയറിയിട്ടുണ്ട്. വാഴയിലൊക്കെ നമ്മൾ വെച്ച് കൊടുത്തപ്പോൾ വാഴയിലയുടെയൊക്കെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇനി ഇത് തണുത്തതിൻ്റെ ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത് നല്ല പോലെ തണുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പലഹാരമാണ്. അപ്പോൾ റവ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റവ വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.